MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് മന്ത്രിയായി ഉയർന്ന OJ ജനീഷ് മണ്ഡലത്തിലേക്ക് മടങ്ങുമ്പോൾ കാത്തിരിക്കുന്നത് ഒട്ടേറെ പ്രശ്നങ്ങൾ. കുടിവെള്ള പ്രതിസന്ധി മുതൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ വരെ ഘട്ടം ഘട്ടമായി ജനീഷിന് പരിഹരിക്കേണ്ടതുണ്ട്. അതിനിടെ ആദ്യമായി മണ്ഡലത്തുന്ന OJയ്ക്ക് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാനാണ് UDF തീരുമാനം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ 10 വർഷത്തെ വികസന മുരടിപ്പുകളും വരും വർഷങ്ങളിലേക്കുള്ള വികസന രേഖകളും അവതരിപ്പിച്ച് ജയിച്ച് മന്ത്രിയായ OJ ജനീഷിനെ കാത്തിരിക്കുന്നത് നിരവധി ജനകീയ പ്രശ്നങ്ങൾ. മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി മുതൽ അപകടാവസ്ഥയിലായ പുല്ലൂറ്റുപാലം, കുഴൂർ, പൊയ്യ, മാള, പുത്തൻചിറ, അന്നമനട എന്നീ പഞ്ചായത്തുകളിലെ നിരവധി വിഷയങ്ങളുടെ നേർചിത്രം ജനീഷിന് മുന്നിലുണ്ട്. മന്ത്രി പദവി കൂടി ലഭിച്ചതോടെ എല്ലാ വിഷയങ്ങളും ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ കൂടുതൽ കരുത്തും ഊർജവും ലഭിക്കുമെന്ന കാഴ്ചപ്പാടിലാണ് മന്ത്രി ജനീഷും കോൺഗ്രസ് പാർട്ടിയും. കൊടുങ്ങല്ലൂർ നഗരസഭ മുതൽ മാള അടക്കമുള്ള പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം ജനീഷ് പറഞ്ഞിരുന്നു. കുടിവെള്ള വിതരണം പൈപ്പുകൾ തകർന്ന് വിതരണം തടസ്സപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വൈറ്റിലയിൽ നിന്ന് പുല്ലൂറ്റ് നാരായണമംഗലം ജലസംഭരണിയിലേക്കുള്ള കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനും നാരായണമംഗലത്ത് പുതിയ ജലസംഭരണി സ്ഥാപിച്ച് നേരിട്ട് കുടിവെള്ളം എത്തിക്കാനും പദ്ധതി തയ്യാറാക്കി നടപ്പാക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. 4 വർഷമായി തുടർച്ചയായി ബജറ്റിൽ ഇതിനായി 75 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. 3 കോടി രൂപ ചെലവഴിച്ചിട്ടും ഉപകാരപ്രദമല്ലാത്ത കൊടുങ്ങല്ലൂരിലെ മുസറിസ് ബസ് സ്റ്റാൻഡിന്റെ പുനഃക്രമീകരണം, 20 കോടി രൂപ പാഴാക്കിയ കുഴൂർ കാക്കുളശ്ശേരി കോഴിത്തീറ്റ ഫാക്ടറി, അടച്ചുപൂട്ടിയ പൂപ്പത്തിയിലെ ചക്ക ഫാക്ടറി, പ്ലാസ്റ്റിക് ടാർപോളിൻ കെട്ടിമറച്ച മാള സിനഗോഗ്, അപകടാവസ്ഥയിലായ പുല്ലൂറ്റുപാലം തുടങ്ങിയവയ്ക്ക് പുനർജീവൻ നൽകുക എന്നതും ജനീഷിന്റെ കർമ്മ പദ്ധതികളാണ്. മാള, കൊടുങ്ങല്ലൂർ ടൗണുകളുടെ വികസനവും കർമ്മ പദ്ധതിയിലെ ഏറ്റവും പ്രധാന ഇനങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഇവയ്ക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക എന്നറിയുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സിവിൽ സർവീസ് അക്കാദമി, K കരുണാകരൻ സ്മാരക തൊഴിൽ നൈപുണ്യ കേന്ദ്രം, മിനി വ്യവസായ പാർക്ക്, മാള അരവിന്ദൻ സ്മാരകം, സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ പദ്ധതികളും ജനീഷിന്റെ കർമ്മ പദ്ധതികളിലുണ്ട്. കായിക വകുപ്പ് കൂടി ജനീഷിന് ലഭിച്ചത് മേഖലയിൽ മുതൽ കൂട്ടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മ്യൂസിയം വകുപ്പ് കയ്യിലുള്ള ജനീഷിന് സിനഗോഗ്, മാളക്കടവ് പുനരുദ്ധാരണം എന്നിവയിൽ അനാവശ്യ കാലവിളംബം ഒഴിവാക്കി പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഭരണ നടപടി കൈക്കൊള്ളാനാകും. വിവിധ പഞ്ചായത്തുകളിൽ കളിക്കളങ്ങൾ ഒരുക്കാനും ടർഫുകൾ നിർമ്മിക്കാനും പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. അതിനിടെ ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന OJയ്ക്ക് ശനിയാഴ്ച വമ്പിച്ച പൗരസ്വീകരണം ഒരുക്കാനാണ് UDF തീരുമാനം. കുണ്ടായിൽ നിന്ന് ജാഥയായി സ്വീകരണം ഒരുക്കാനാണ് UDFന്റെ തീരുമാനം. മീഡിയ ടൈം, മാള.